ഓണം തിരുവോണം കഴിഞ്ഞുവെങ്കിലും ഓണത്തിൻ്റെ പിറ്റേന്ന് നമ്മൾ രണ്ടാം ഓണം എന്നതിനെ വിശേഷിപ്പിക്കാറുണ്ട്. പിന്നെ ഇന്ന് വേണമെങ്കിൽ മൂന്നാം ഓണം എന്ന് വിശേഷിപ്പിക്കാം, നാളെ വേണമെങ്കിൽ നാലാം ഓണം എന്ന് വിശേഷിപ്പിക്കാം, മറ്റന്നാൾ വേണമെങ്കിൽ അഞ്ചാം ഓണം എന്ന് വിശേഷിപ്പിക്കാം. അതായത് ആഹ്ലാദിക്കാനും എല്ലാ ദിവസവും ഓണം ഉണ്ട് എന്ന് വിചാരിക്കാനും തോന്നണമെങ്കിൽ ഇനിയുള്ള ഓരോ ദിവസത്തെയും ഓരോ അക്കം വെച്ചുകൊണ്ട് ആറാം ഓണം ഏഴാം ഓണം എന്നൊക്കെ വിശേഷിപ്പിക്കാൻ കഴിയും. ജീവിതം ആനന്ദിക്കാനും ആസ്വദിക്കാനും ഉള്ളവരെ സംബന്ധിച്ചിട്ട് അങ്ങനെ ഉള്ള ആഘോഷങ്ങളുടെ അടുത്ത ദിവസങ്ങളെ അതിൻ്റെ അടുത്ത സംഖ്യയോടുകൂടി ചേർത്തുകൊണ്ട് വിശേഷിപ്പിച്ചാൽ ജീവിതം മുഴുവനും ഓണമായി മാറുകയും ചെയ്യും. എന്തായാലും ഓണത്തിന് നിരവധി പേർക്ക് ആഴ്ചകൾ നീളുന്ന അവധിയൊക്കെ ഉള്ളവരുണ്ട്. അവർ ഭാഗ്യവാന്മാർ അല്ലെങ്കിൽ അവർ ഭാഗ്യവതികൾ. അവർക്ക് യാത്ര പോകാം, തീർത്ഥാടനത്തിന് പോകാം, വിനോദസഞ്ചാരത്തിന് പോകാം. വിനോദസഞ്ചാരത്തിന് പോകുന്നവരെ സംബന്ധിച്ചിട്ട് മൂന്നാർ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണ കേന്ദ്രമാണ്. ഈ കഴിഞ്ഞ മഴക്കാലത്തൊക്കെ മൂന്നാറിൽ വലിയ രീതിയിലുള്ള മഴക്കെടുതിയൊക്കെ ഉണ്ടായി. അവിടെ ആകെ ഒറ്റപ്പെട്ട് ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഓണാവധി ആരംഭിച്ചതോടുകൂടി മൂന്നാറിൻ്റെ വിനോദസഞ്ചാര മേഖല കൂടുതൽ സജീവമായിരിക്കുകയാണ്. മൂന്നാറിനെ ഏറ്റവും സുന്ദരമായി കാണാൻ കഴിയുന്ന കാലയളവാണ് ഓരോ മൺസൂൺ കാലവും. ചന്നം ഭിന്നം പെയ്യുന്ന മഴയും കോടമഞ്ഞും കുളിരുമെല്ലാം സഞ്ചാരികളെ ആകർഷിക്കാൻ പോകുന്നതാണ്. മഴ പെയ്യുന്നതോടെ തിളക്കമേറുന്ന മൂന്നാറിന്റെ പച്ചപ്പാണ് മറ്റൊരു ആകർഷണം. എന്നാൽ മഴക്കാലത്ത് മൂന്നാറിലേക്കെത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിൽ കുറവുണ്ടാകാറുണ്ട്. യാത്രാ നിയന്ത്രണവും മഴ മുന്നറിയിപ്പുകളുമൊക്കെ മൂന്നാറിന്റെ വിനോദസഞ്ചാരത്തെ ബാധിക്കും. ഓണക്കാലം എത്തിയതോടെ മൂന്നാറിലെ വിനോദസഞ്ചാര മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പ്രതീക്ഷയിലാണ്. മൂന്നാറിലെ മഞ്ഞും കുളിരും ആസ്വദിക്കാൻ സഞ്ചാരികൾ മൂന്നാറിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട്. Hello, we are from Spain and we are loving the experience here in this national park. It's very beautiful and we like it very much. Very perfect climate to visit. We recommend others to come to visit. Thank you very much. The service has been very good. The people here are so humble and so nice to be. They always help others and the scenery is mind-blowing. We have loved this place and will definitely come back again. മഴക്കാലം ആരംഭിച്ചത് മുതൽ കാര്യമായ ആളനക്കമില്ലാതെയാണ് മൂന്നാറിന്റെ ടൂറിസം കടന്നു പോകുന്നത്. ബോട്ടിംഗ് സെന്ററുകളും ഉദ്യാനങ്ങളുമൊക്കെ സഞ്ചാരികളെ കാത്തിരിക്കുകയാണ്. അവധി ആഘോഷങ്ങൾക്കായി ഹോട്ടലുകളിലും റിസോർട്ടുകളിലും ബുക്കിംഗ് തുടരുന്നുണ്ട്. ജീപ്പ് സഫാരി നടത്തുന്നവരും വഴിയോര വിൽപ്പനക്കാരും ഭക്ഷണശാല ഉടമകളുമൊക്കെ പ്രതീക്ഷയിലാണ്. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് സഞ്ചാരികളുടെ ഗണ്യമായ കുറവാണ് ഓണത്തിനോടനുബന്ധിച്ച് മൂന്നാറിൽ കാണാൻ സാധിച്ചത്. ഈ ഓണാവധി കാലത്തെങ്കിലും സഞ്ചാരികളുടെ തിരക്കേറുമെന്ന പ്രതീക്ഷയിലാണ് ടൂറിസം മേഖലയിലുള്ളവർ. ക്യാമറമാൻ AP രാജയ്ക്കൊപ്പം ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.